ഹലോ ഓൾ, വെൽക്കം ടു ഡേ 4 ഓഫ് ഗ്രാമർ റൂം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വിൽ എവിടേക്കാണ് ഉപയോഗിക്കുന്നതെന്നാണ്. നമുക്ക് ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം അറിയാം, വിൽ എപ്പോഴും ഫ്യൂച്ചർ ടെൻസിലാണ് ഉപയോഗിക്കുന്നത് അല്ലേ. പക്ഷെ അത് ഉപയോഗിക്കാൻ കുറച്ച് സിറ്റുവേഷൻസ് ഉണ്ട്. അത് എവിടേക്കാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ടു എക്സ്പ്രസ് എ റാപ്പിഡ് ഡിസിഷൻ. നമ്മളുടെ പെട്ടെന്നുണ്ടാവുന്ന ഒരു ഡിസിഷൻ എക്സ്പ്രസ് ചെയ്യാനാണ് നമ്മൾ വിൽ ഉപയോഗിക്കാറ്. ആൻഡ് ഫോർ എക്സാമ്പിൾ, ഐ വിൽ ഹെൽപ്പ് യു വിത്ത് ദാറ്റ്. ഒരാൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ട് ഒരു പ്രോബ്ലം ആയിട്ട് ഇരിക്കുകയാണ്. സോ അനദർ പേഴ്സൺ ഈസ് കമ്മിങ് ആൻഡ് ടെല്ലിങ് ഐ വിൽ ഹെൽപ്പ് യു. ഞാൻ നിന്നെ സഹായിക്കാം ഈ ഒരു പ്രോബ്ലത്തിൽ. നെക്സ്റ്റ് വൺ, ഹി വിൽ കോൾ യു ഇൻ ദി ഈവനിങ്. ദേ വിൽ ജോയിൻ us ഫോർ ഡിന്നർ. I'll order food now. ഞാൻ നിനക്ക് ഫുഡ് മേടിച്ചു തരാം, ഫുഡ് ഓർഡർ ചെയ്ത് വരുത്തി തരാം. ആൻഡ് നെക്സ്റ്റ് സിറ്റുവേഷൻ ഈസ് ടു ഓഫർ ഹെൽപ്പ്. ആർക്കെങ്കിലും ഒരു സഹായം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നെക്സ്റ്റ് ഒരു ഇൻസ്റ്റൻസ് ഉപയോഗിക്കുന്നത്, വിൽ ഉപയോഗിക്കുന്നത്. ഐ ലെൻഡ് യു മൈ ബുക്ക്. ഞാൻ നിനക്ക് എൻ്റെ ബുക്ക് തരാം, കടം തരാം. ദാറ്റ് ബാഗ് ലുക്സ് ഹെവി. ഐ വിൽ ക്യാരി ഇറ്റ് ഫോർ യു. ആ ബാഗ് കണ്ടിട്ട് നല്ല വെയിറ്റ് ഉണ്ട്, സോ ഞാൻ നിനക്ക് വേണ്ടി അത് എടുത്തുകൊണ്ട് വരാം. നെക്സ്റ്റ് വൺ, ഐ വിൽ ഗൈഡ് യു ടു ദ സ്റ്റേഷൻ. ഞാൻ നിന്നെ സ്റ്റേഷനിൽ കൊണ്ട് ആക്കാം. ആൻഡ് അനദർ ഇൻസ്റ്റൻസ് ഈസ് ടു മേക്ക് എ പ്രോമിസ്. നമുക്ക് ആർക്കെങ്കിലും ഒരു ഉറപ്പ് നൽകണമെങ്കിലും നമ്മൾ എന്ത് ഉപയോഗിക്കും? വില്ല് ഉപയോഗിക്കും നമ്മുടെ സെൻറ്റൻസസിൽ. അതെങ്ങനെയാണെന്ന് നോക്കാം. ഐ വിൽ ഓൾവേസ് സപ്പോർട്ട് യു. ഞാൻ നിന്നെ എപ്പോഴും സപ്പോർട്ട് ചെയ്ത് തന്നെ നിൽക്കും. ഒരു പ്രോമിസ് ആണത്. ഐ വിൽ പ്രോമിസ് ടു ഫിനിഷ് ദ പ്രൊജക്റ്റ് ഓൺ ടൈം. ഞാൻ നിനക്ക് പ്രോമിസ് തരുന്നു, എന്ത്? ഈ പ്രൊജക്റ്റ് ഓൺ ടൈം നമുക്ക് ഫിനിഷ് ചെയ്യാം. ഐ വോണ്ട് ലെറ്റ് യു ഡൗൺ, പ്രസ് മീ. നീ എന്നെ വിശ്വസിക്കൂ, ഞാൻ നിന്നെ ഒരിക്കലും തളർത്തില്ല അല്ലെങ്കിൽ നിന്നെ കൈവിടില്ല എന്ന് പറയുന്നതാണ് ഐ വോണ്ട് ലെറ്റ് യു ഡൗൺ. അതൊരു നെഗറ്റീവ് സെന്റൻസ് ആണ്. വിൽ പ്ലസ് നോട്ട് വോണ്ട്. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് ടു മേക്ക് എ ത്രെറ്റ്. ത്രെറ്റ് എന്ന് പറയുന്നത് എന്താണ്? സെന്റൻസസിലൂടെ മനസ്സിലാവും. ഐ വിൽ റിപ്പോർട്ട് യു ടു ദ മാനേജർ ഇഫ് യു ഡു ദാറ്റ് അഗെയിൻ. ഒരു ഭീഷണി അല്ലേ. ഞാൻ ഇത് റിപ്പോർട്ട് ചെയ്യും. ആർക്ക്? മാനേജർക്ക്. എന്ത് ചെയ്താൽ? നീ ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്താൽ ഞാൻ ഇത് മാനേജർക്ക് റിപ്പോർട്ട് ചെയ്യും. The next one is, if you touch my car, I'll call the police. നീ എൻ്റെ കാറിൽ ഇനിയും തൊട്ടാൽ നിന്നെ ഞാൻ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിക്കും, അല്ലേ പോലീസിൽ ഞാൻ പറഞ്ഞു കൊടുക്കും. ആൻഡ് വൺ അനദർ സിറ്റുവേഷൻ ഇസ് ടു ടോക്ക് അബൌട്ട് ഡ്രീംസ്. നമ്മുടെ ഡ്രീംസ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി. നമുക്ക് എല്ലാവർക്കും ഡ്രീംസ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇനിയും തൊട്ട് നിങ്ങൾ വില്ല് യൂസ് ചെയ്തോളൂ നിങ്ങളുടെ ഡ്രീംസ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഐ വിൽ ബൈ എ ഹൗസ് നിയർ ദ ബീച്ച് സം ഡേ. ഞാൻ ഒരിക്കൽ ഒരു സമയത്ത് അല്ലെങ്കിൽ ഇനിയും വരുന്ന ഫ്യൂച്ചറിൽ ഒരു വീട് വാങ്ങിക്കും. എവിടെ? ബീച്ച് സൈഡിൽ. ദ നെക്സ്റ്റ് വൺ ഈസ് ഐ വിൽ ബിക്കം ഫ്ലുവൻറ്റ് ഇൻ സ്പാനിഷ്. ഫ്ലുവൻറ്റ് ഇൻ സ്പാനിഷ് അതിന് പകരം നിങ്ങൾക്ക് എന്ത് പറയാം? ഐ വിൽ ബിക്കം ഫ്ലുവൻറ്റ് ഇൻ ഇംഗ്ലീഷ് എന്ന് പറയാം അല്ലേ. ഞാൻ ഒരിക്കൽ എൻ്റെ ഹാർഡ് വർക്ക്, ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് ഞാൻ ഫ്ലുവൻ്റ് ആവും ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ സ്പാനിഷിൽ. ആൻഡ് ദ നെക്സ്റ്റ് ഇൻസ്റ്റൻസ് ഈസ് ടു ഡിസ്കസ് ഫ്യൂച്ചർ പ്ലാൻസ്. നമ്മുടെ ഫ്യൂച്ചർ പ്ലാൻസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ വില്ല് യൂസ് ചെയ്യും സെൻറ്റൻസസിൽ. ഷീ വിൽ മൂവ് ടു എ സിറ്റി നെക്സ്റ്റ് മന്ത്. നെക്സ്റ്റ് മന്തിൽ അവൾ ഒരു പുതിയ സിറ്റിയിലേക്ക് താമസം മാറും. ഐ വിൽ ഫിനിഷ് മൈ ഡിഗ്രി നെക്സ്റ്റ് ഇയർ. നെക്സ്റ്റ് ഇയറിൽ ഞാൻ എൻ്റെ ഡിഗ്രി ഫിനിഷ് ചെയ്യും. ടു മേക്ക് റിക്വസ്റ്റ്, നമുക്കൊരു അഭ്യർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ വില്ല് ഉപയോഗിക്കും. വിൽ യു ഹെൽപ്പ് മീ വിത്ത് ദിസ് അസൈൻമെൻറ്റ്? നീ എനിക്ക് ഈ ഒരു അസൈൻമെൻറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുമോ? വിൽ യു ബുക്ക് ദ ടിക്കറ്റ്സ്? നീ ടിക്കറ്റ് ബുക്ക് ചെയ്യാമോ? നെക്സ്റ്റ് വൺ ഈസ് വിൽ യു പ്ലീസ് ടേൺ ഓഫ് ദ ലൈറ്റ്? നിനക്ക് ഈ ലൈറ്റ് ഓഫ് ചെയ്യാമോ? ആൻഡ് അനദർ ഇൻസ്റ്റൻസ് ഈസ് ടു ആസ്ക് ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാനും നമ്മൾ വില്ല് ഉപയോഗിക്കുന്നതാണ്. എങ്ങനെയാണ് നോക്കാം. വിൽ യു അറ്റൻഡ് ദ മീറ്റിംഗ് ടുമോറോ? നീ നാളെ ഈ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുമോ? വിൽ ഹി വിസിറ്റ് us നെക്സ്റ്റ് വീക്ക്? അവൻ നെക്സ്റ്റ് വീക്കിൽ നമ്മളെ കാണാൻ വരുമോ? വിൽ യു അക്സെപ്റ്റ് ദ ഓഫർ? നീ അക്സെപ്റ്റ് ചെയ്യുമോ? ഈ ഓഫർ അക്സെപ്റ്റ് ചെയ്യുമോ? ആൻഡ് ലാസ്റ്റ് situation where we use will is no, I won't go out in the rain. I won't go out. Will plus not on want and it is a negative sentence. He won't agree to this deal no matter what. He won't agree. അവൻ അത് സമ്മതിക്കില്ല. He plus will plus not ആണ് he won't. He won't agree to this deal no matter what. എന്ത് സംഭവിച്ചാലും അവൻ ഈ ഡീലിൽ എഗ്രി ചെയ്യില്ല. And some other examples include, will you come with me to the mall? നീ എൻ്റെ കൂടെ മോളിൽ വരുമോ? വെൻ വിൽ ദ ട്രെയിൻ അറൈവ്? എപ്പോഴാണ് ട്രെയിൻ വരിക? വാട്ട് ടൈം വിൽ ദ മീറ്റിംഗ് സ്റ്റാർട്ട് ടുമോറോ? നാളെ എപ്പോഴാണ് മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുക? ഐ വിൽ കോൾ യു ആസ് സൂൺ ആസ് ഐ ആം ഫ്രീ. ഞാൻ ഫ്രീ ആവുന്നത് പോലെ നിന്നെ ഞാൻ വിളിക്കാം. ഇഫ് ഐ വിൻ ദ ലോട്ടറി ഐ വിൽ ട്രാവൽ ദ വേൾഡ്. എനിക്ക് ലോട്ടറി കിട്ടിയാൽ, ഞാൻ ലോട്ടറി അടിച്ചാൽ എന്നൊക്കെ നമ്മൾ പറയില്ലേ. സോ വാട്ട് ദ പേഴ്സൺ വിൽ ഡു? ഹി വിൽ ട്രാവൽ ത്രൂ ഔട്ട് ദ വേൾഡ്. ഇത്രയാണ് നമ്മുടെ വില്ലിൻ്റെ യൂസേജ് വരുന്നത്. സോ
ലുക്ക് ഇൻ ടു ദിസ് വെരി കെയർഫുള്ളി. ഇത് നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസിൽ അല്ലെങ്കിൽ ഡെയിലി കോൺവെർസേഷൻസിൽ വളരെ യൂസ്ഫുൾ ആയിട്ട് വരുന്നതാണ്. ഓക്കെ, now we'll be looking into the future continuous or future statements. That is, നമ്മൾ ആയിരിക്കും എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സെൻറ്റൻസസിൽ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. എക്സാമ്പിൾസ് വെച്ച് നമുക്ക് നോക്കാം. ഐ വിൽ ബി ഇൻ മുംബൈ ടുമോറോ. നാളെ ഞാൻ മുംബൈയിലായിരിക്കും എന്ന് പറയുന്നത് ഐ വിൽ ബി ഇൻ മുംബൈ ടുമോറോ. സിമിലർലി ഇറ്റ് വിൽ ബി ക്ലൗഡി നെക്സ്റ്റ് വീക്ക്. നെക്സ്റ്റ് വീക്ക് നല്ല ക്ലൗഡി ആയിരിക്കും, നല്ല മേഘങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കും. മൺഡേ വിൽ ബി എ ഹോളിഡേ. മൺഡേ ഹോളിഡേ ആയിരിക്കും. ദേ വിൽ ബി അറ്റ് ദ എയർപോർട്ട് ബൈ 10 AM. അവർ 10 മണിക്ക് എയർപോർട്ടിലായിരിക്കും. The event won't be in December. ഇവന്റ് ഡിസംബറിൽ ആയിരിക്കില്ല. won't be, will plus not ആയി, അതൊരു നെഗറ്റീവ് സെന്റൻസ് ആയി. ഇനി നമ്മൾ എവിടെയാണ് അത് ഉപയോഗിക്കുന്നത്? To describe an action happening at a specific time in the future. നമ്മുടെ ഫ്യൂച്ചറിൽ ഇനി വരാനിരിക്കുന്ന സമയത്ത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ടൈം നമുക്കറിയാം. ആ ടൈമിൽ നടക്കുന്ന ഒരു സിറ്റുവേഷനെ പറ്റി അല്ലെങ്കിൽ ഒരു ആക്ഷനെ പറ്റി പറയാനാണ് നമ്മൾ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നത്. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അറ്റ് 8 PM ഐ വിൽ ബി വാച്ചിങ് എ മൂവി. 8 മണിക്ക്, രാത്രി 8 മണിക്ക് ഞാൻ ഒരു സിനിമ കാണുകയായിരിക്കും. ഷീ വിൽ ബി വർക്കിംഗ് ഓൺ ഹർ പ്രൊജക്ട് ഇൻ ദ ഈവനിങ്. ഈവനിങ്ങിൽ, രാത്രി അല്ലെ ഈവനിങ്ങിൽ അവൾ അവളുടെ പ്രോജക്റ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ദാറ്റ് ഈസ് ഫ്യൂച്ചർ കണ്ടിന്യൂസ്. അതിൻ്റെ ഫോം എന്ന് പറയുന്നത് വിൽ ബി പ്ലസ് വെർബ് പ്ലസ് ING. വിൽ ബി ആദ്യം ചേർക്കണം, അതിനുശേഷം നമ്മുടെ വെർബ് ആക്ഷൻ വേർഡ് ചേർക്കണം, പ്ലസ് ING ആഡ് ചെയ്യണം. Another examples are they will be traveling to Paris next weekend. They will be traveling to Paris next weekend. Don't call me at 10 PM. I will be sleeping. 10 PM ഞാൻ ഉറങ്ങുകയായിരിക്കും, എന്നെ വിളിക്കാൻ പാടില്ല. By this time tomorrow we will be having lunch. നാളെ ഇതേ സമയം ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയായിരിക്കും, ലഞ്ച് കഴിക്കുകയായിരിക്കും. To make negative sentences, will not be or won't be. അതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്? will not be, won't be എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. The meeting won't be happening tomorrow. Meeting won't be എന്ന് പറഞ്ഞാൽ will plus not. Then I won't be attending the conference. I won't be attending the conference. Will plus not, will not be attending. Will not be attending. She won't be cooking dinner tonight. She won't be cooking. ഫ്യൂച്ചറിൽ നടക്കുന്ന കാര്യത്തിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. And it is a negative sentence. They won't be watching the match later. We won't be staying at hotel this weekend. ഈ വീക്കെൻഡിൽ ഞങ്ങൾ ഹോട്ടലിലായിരിക്കില്ല താമസിക്കുന്നത്. In another instance also we use this will. എവിടെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ എന്ത് ഉപയോഗിക്കും? will ഉപയോഗിക്കും. നമ്മൾ മുന്നിലത്തെ സെഷനിലും പറഞ്ഞിരുന്നു, നമ്മൾ കുറച്ച് എക്സാമ്പിൾസ് കണ്ടിരുന്നു. കൂടുതൽ എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. വിൽ യു ബി അറ്റൻഡിങ് ദ വെഡിങ്? നിങ്ങൾ വെഡിങ് അറ്റൻഡ് ചെയ്യുമോ? വിൽ ഹി ബി വർക്കിംഗ് ലേറ്റ് ടുനൈറ്റ്? അവൻ രാത്രി ലേറ്റ് ആയിട്ടിരുന്ന് വർക്ക് ചെയ്യുമോ? വാട്ട് വിൽ ദേ ബി ഡൂയിങ് അറ്റ് ദിസ് hour ടുമോറോ? നാളെ ഇതേ സമയം അവർ എന്തായിരിക്കും ചെയ്യുന്നത്? Where will she be staying during the trip? ട്രിപ്പ് സമയത്ത് അവർ എവിടെയായിരിക്കും താമസിക്കുന്നത്? Will the exams be in October? ഒക്ടോബറിലായിരിക്കുമോ എക്സാംസ്? അതൊരു ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന കാര്യത്തിനെ പറ്റി ചോദിക്കുകയും പറയുകയും ചെയ്യുന്നതാണ് ഈ ഒരു ക്വസ്റ്റ്യൻസിൽ കൊടുത്തിരിക്കുന്നത്. Now we'll be looking into some new examples also. Don't call him now. He'll be driving. ഇപ്പോൾ അവനെ വിളിക്കാൻ പാടില്ല. He'll be driving. When Jane arrives, I won't be studying. ജെയിൻ വരുമ്പോൾ ഞാൻ പഠിക്കാനിരിക്കില്ല. ബൈ നെക്സ്റ്റ് വീക്ക് വിൽ ബി പ്രിപ്പയറിംഗ് ഫോർ ദ ഫെസ്റ്റിവൽ. നെക്സ്റ്റ് വീക്കിൽ ഞങ്ങൾ ഫെസ്റ്റിവലിന് വേണ്ടി ഇവിടെ ഒരു ആഘോഷം നടക്കുന്നു, അതിനു വേണ്ടി ഞങ്ങൾ പ്രിപ്പയർ ചെയ്യുകയായിരിക്കും. വിൽ യു ബി വിസിറ്റിംഗ് യുവർ പാരൻസ് ദിസ് വീക്കെൻഡ്? ഈ വീക്കെൻഡിൽ നീ നിന്റെ പാരൻസിനെ കാണാൻ പോകുന്നുണ്ടോ? അറ്റ് ദിസ് ടൈം നെക്സ്റ്റ് ഇയർ ഐ വിൽ ബി ലിവിങ് അബ്രോഡ്. നെക്സ്റ്റ് ഇയറിൽ ഈ ടൈം ഞാൻ പുറത്തായിരിക്കും, അതായത് ഇന്ത്യക്ക് പുറത്തായിരിക്കും. ദിസ് ഇസ് ഹൗ വിൽ ബി യൂസിങ് will and will be. നന്നായിട്ട് നോക്കുക, സെന്റൻസസ് ഉണ്ടാക്കാൻ ട്രൈ ചെയ്ത് നോക്കുക. will not be, won't be, will be പ്ലസ് വെർബ് പ്ലസ് ING, ഇത്രയും യൂസേജസ് ആണ് നമ്മൾ ഈ ഒരു സെഷനിൽ കണ്ടത്. ഇനി നമ്മൾ നോക്കുന്നത് കുറച്ച് കൺഫ്യൂഷൻ ക്ലാരിഫിക്കേഷൻ ആണ്. നമുക്ക് എപ്പോഴും ഉണ്ടാവുന്ന കൺഫ്യൂഷൻസ് ക്ലാരിഫൈ ചെയ്യാനാണ് നമ്മളിപ്പോൾ നോക്കുന്നത്.
എക്സാമ്പിൾസ് വഴി നോക്കാം നമുക്ക്. ഹി വിൽ കം ടുമോറോ വേഴ്സസ് ഹി ഈസ് കമ്മിങ് ടുമോറോ. ബോത്ത് ആർ കറക്റ്റ്. രണ്ടും കറക്റ്റ് സ്ട്രക്ചറിലുള്ള സെന്റൻസസ് ആണ്. എന്താണ് ഡിഫറൻസ് എന്ന് നോക്കാം. ഹിൽ കം ടുമോറോ ഫ്യൂച്ചറിൽ നടക്കുന്ന ഒരു ആക്ഷനെ പറ്റിയാണ് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ആക്ച്വലി പ്ലാൻഡ്, ഓൾറെഡി പ്ലാൻഡ്. അത് ഡിസൈഡ് ചെയ്താൽ നടക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. ആൻഡ് ദ നെക്സ്റ്റ് സെന്റൻസ് ഹി ഈസ് കമ്മിങ് ടുമോറോ, അതെന്താണ്? ഫ്യൂച്ചറിൽ ഓൾറെഡി സ്കെഡ്യൂൾ ചെയ്ത കാര്യമാണ്. ഫ്യൂച്ചർ ആക്ഷൻ ഓൾറെഡി സ്കെഡ്യൂൾ ചെയ്ത ഒരു കൺഫേം ചെയ്ത ഒരു കാര്യമാണ്. ഹി വിൽ കം ടുമോറോ എന്ന് പറഞ്ഞാൽ പ്ലാൻ ചെയ്ത ഒരു കാര്യം, ഓർ ഡിസൈഡ് ചെയ്ത ഒരു കാര്യം. ഹി ഈസ് കമ്മിങ് ടുമോറോ എന്ന് പറയുന്നത് ഓൾറെഡി കൺഫേം ചെയ്താണ്, വന്നിരിക്കും. ഹി ഈസ് കമ്മിങ് ടുമോറോ, നാളെ അവൻ വരും എന്ന് പറയുകയാണ്. ആൻഡ് എക്സാമ്പിൾസ് നോക്കാം. ഐ വിൽ വിസിറ്റ് മുംബൈ നെക്സ്റ്റ് വീക്ക്, ഞാൻ മുംബൈ നെക്സ്റ്റ് വീക്കിൽ വിസിറ്റ് ചെയ്യും. ഷിൽ ഫിനിഷ് ഹർ വർക്ക് ബൈ ഈവനിങ്, അവൾ ഈവനിങ്ങിൽ വർക്ക് ഫിനിഷ് ചെയ്യും. They will join us for dinner tomorrow, നാളെ അവര് നമ്മുടെ കൂടെ ഡിന്നറിന് വരും. Will you meet him? When will you meet him? എപ്പോഴാണ് നീ അവനെ കാണുന്നത്? He will reach the station by 9 PM. 9 PM അവൻ സ്റ്റേഷനിൽ എത്തും. ഇതാണ് ഇതിന്റെ ഒരു യൂസേജ്, എക്സാമ്പിൾസ് യൂസിങ് will എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എക്സാമ്പിൾസ് യൂസിങ് ഈസ് ഓർ ആർ പ്ലസ് വെർബ് പ്ലസ് ing ആണ്. എക്സാമ്പിൾസ് നോക്കാം നമുക്ക്. I am visiting Mumbai next week. I am visiting Mumbai next week. She is finishing her work by evening. Is finishing, is plus വെർബിന്റെ ing ഫോം ആണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. They are joining us for dinner tomorrow. They എന്ന് പറയുന്ന സബ്ജക്റ്റ്, are പ്ലസ് joining എന്ന് പറഞ്ഞ വെർബിന്റെ ing ഫോം. When are you meeting him? When are you when എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ വേർഡ്, are plus you plus meeting വെർബിന്റെ ing ഫോം. He is reaching the station by 9 PM. He is reaching the station by 9 PM. Is plus വെർബിന്റെ ing ഫോം ആയിട്ടുള്ള reaching. So നമ്മൾ is or are plus വെർബിന്റെ ing ഫോം വെച്ചിട്ട് സെന്റൻസസ് കൺസ്ട്രക്ട് ചെയ്തു. ഇനിയും നമുക്ക് നോക്കാം കറക്റ്റ് ചെയ്താ ഇൻകറക്റ്റ് ചെയ്താന്ന് നോക്കാം. When he is coming, അത് ഒരു റോങ് സെന്റൻസ് ആണ്. When is he coming? When is he coming? അവൻ എപ്പോഴാണ് വരുന്നത് എന്ന് ചോദിക്കുന്നത് when is he coming എന്നാണ്. When she is leaving, അതും റോങ് യൂസേജ് ആണ്. When is she leaving? അവൾ എപ്പോഴാണ് ഇവിടുന്ന് പോകുന്നത്. ഇനി കുറച്ച് പുതിയ എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. I am going to Delhi tomorrow. നാളെ ഞാൻ ഡൽഹിക്ക് പോകും. I'll go to Delhi tomorrow. നാളെ ഞാൻ ഡൽഹിക്ക് പോകുമെന്ന് ഫ്യൂച്ചറിലെ കാര്യവും will ഉപയോഗിച്ച് പറഞ്ഞിരിക്കുകയാണ് ഈ സെന്റൻസിൽ. The next one is the president is addressing the nation tonight. President രാത്രിയിൽ നേഷൻ, അതായത് ജനങ്ങളെ അഡ്രസ് ചെയ്യും, ജനങ്ങളോട് സംസാരിക്കും. President will address the nation tonight. ഫ്യൂച്ചറിൽ പറയണമെങ്കിൽ നമുക്ക് will ആഡ് ചെയ്യാം. മനസ്സിലായോ ഇതിന്റെ കമ്പാരിസൺ? President is addressing the nation tonight എന്നും പറയാം. If we are telling in future tense, you can tell like President will address this nation tonight. Are you coming to the meeting? നീ വരുന്നുണ്ടോ മീറ്റിങ്ങിന്? When are you leaving for the meeting? നീ എപ്പോഴാണ് മീറ്റിങ്ങിന് വേണ്ടി പോകുന്നത്? He is visiting our office next week. നെക്സ്റ്റ് വീക്കിൽ അയാൾ നമ്മുടെ ഓഫീസ് വിസിറ്റ് ചെയ്യും. He will visit our office next week. That is also truly future tense. Will visit our office. So compare the difference they are having. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഗോയിങ് ടു എവിടെയാണ് യൂസ് ചെയ്യുന്നത് എന്നാണ്. ഗോയിങ് ടു എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഫ്യൂച്ചർ പ്ലാൻസ് ഓർ പ്രഡിക്ഷൻസ് അല്ലെങ്കിൽ നമ്മുടെ ഫ്യൂച്ചർ പ്ലാൻസ് കൺവേ ചെയ്യാനാണ് നമ്മൾ ഗോയിങ് ടു യൂസ് ചെയ്യുന്നത്. ഫ്യൂച്ചർ പ്ലാൻസ് യൂസ് ടു ടോക്ക് അബൌട്ട് പ്ലാൻഡ് ആക്ഷൻസ് ഇൻ ദ ഫ്യൂച്ചർ. ഫ്യൂച്ചറിൽ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ആക്ഷൻസിനെ പറ്റി പറയാനാണ് നമ്മൾ ഈ ഒരു ഗോയിങ് ടു യൂസ് ചെയ്യുന്നത്. For example, I am going to start a new business next year. Next year I am going to start a new business. അടുത്ത വർഷം ഞാനൊരു പുതിയ ബിസിനസ് തുടങ്ങും. She is going to visit her grandparents this weekend. ഈ വീക്കെൻഡിൽ അവൾ അവളുടെ ഗ്രാൻഡ് പാരൻസിനെ വിസിറ്റ് ചെയ്യാൻ പോകും. We are going to organize a party next Friday. നെക്സ്റ്റ് ഫ്രൈഡേയിൽ ഞങ്ങൾ ഒരു പാർട്ടി ഓർഗനൈസ് ചെയ്യാൻ പോവുകയാണ്. അതൊരു ഫ്യൂച്ചർ ടെൻസിൽ ഫ്യൂച്ചർ ടൈമിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യത്തിനെ പറ്റി നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് പറയുന്നതാണ് ഗോയിങ് ടു യൂസ് ചെയ്തിട്ട്. ആൻഡ് അനദർ ഇൻസ്റ്റൻസ് ഇസ് ദാറ്റ് പ്രഡിക്ഷൻസ് ബേസ്ഡ് ഓൺ പ്രസന്റ് എവിഡൻസ് യൂസ്ഡ് ടു പ്രഡിക്ട് ഫ്യൂച്ചർ ഇവന്റ്സ് വെൻ ദർ ഇസ് എവിഡൻസ് ഇൻ ദ പ്രസന്റ്. ഇപ്പോൾ നമുക്ക് ചെറിയ ഒരു ഹിൻ്റ് ഒക്കെ ഉണ്ട്, അത് വെച്ചിട്ട് നമ്മൾ ഫ്യൂച്ചർ ഇവന്റ്സിനെ
predict ചെയ്യാണ്. Look at those dark clouds. It's going to storm soon. എന്താണ് നോക്കൂ, ഇരുണ്ട മേഘങ്ങളാണ് ആകാശത്തിലുള്ളത്. സോ എന്തായാലും മഴ പെയ്തേക്കാം അല്ലെങ്കിൽ സ്റ്റോം ഉണ്ടായേക്കാം. The roads are slippery. Someone is going to have an accident if they are not careful. റോഡ്സ് ഒക്കെ തെന്നി കിടക്കുകയാണ്. ആരെങ്കിലും കെയർഫുൾ ആയിട്ട് പോവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ തെന്നി വീണേക്കാം. ഒരു prediction ആണ്. It's already 9:45. We are going to be late for the meeting. ഇപ്പൊ തന്നെ 9:45 ആയി. നമ്മൾ എന്തായാലും ലേറ്റ് ആവുമായിരിക്കും മീറ്റിംഗിൽ പങ്കെടുക്കാൻ. That team is playing terribly. They are going to lose the match. അവരുടെ ടീം, ഓപ്പോസിറ്റ് ടീം നന്നായിട്ട് കളിക്കുന്നുണ്ട്. ഓർ ടെറിബ്ലി ദേ ആർ പ്ലേയിങ്, ഓർ ദ ഓപ്പോസിറ്റ് ടീം ഈസ് നോട്ട് പ്ലേയിങ് ഗുഡ്. സോ അവര് മാച്ച് മിക്കപ്പോഴും തോറ്റുപോകും. And we can look at the incorrect versus correct. I am going to buy a car. That is the correct usage. I am going to buy a car എന്ന് പറയാൻ പാടില്ല, അത് തെറ്റാണ്. It's going rain soon. അതൊരു പ്രോപ്പർ ആയിട്ടുള്ള സ്ട്രക്ചേർഡ് സെന്റൻസേ അല്ല. How you have to use it's going to rain soon. And some new examples are given here. I am going to learn French next year. Future plan ആണ്. നെക്സ്റ്റ് ഇയറിൽ ഞാൻ ഫ്രഞ്ച് പഠിക്കാൻ പോവുകയാണ്. Going to learn. She is going to bake a cake for the party. Going to bake. It will happen in the future. They are going to renovate their house this summer. അവരുടെ ഹൗസ് അവർ ഈ സമ്മറിൽ റെനോവേറ്റ് ചെയ്യും. And now we can look into the predictions. Predictions എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്നതിനെ പറ്റി നമ്മളൊരു ചാൻസ് പറയുന്നതാണ്. Look at the smoke. The fire is going to spread quickly. ദേ നോക്കൂ, അവിടെ പുക പടർന്നു കഴിഞ്ഞു. മിക്കപ്പോഴും എന്ത് ചെയ്യും, ഫയർ സ്പ്രെഡ് ചെയ്ത് ഇവിടേക്കും വരാം, അല്ലെങ്കിൽ ഫയർ സ്പ്രെഡഡ് ആകാം. The baby is crying. He is going to wake everyone up. ബേബി ദാ കരയാൻ തുടങ്ങിയിട്ടുണ്ട്. മിക്കവാറും ബേബി എല്ലാവരെയും ഉണർത്തും. If you keep driving recklessly, you are going to get a fine. ഇങ്ങനെ നീ എന്താണ് മോശമായിട്ട് അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള രീതിയിലല്ല വണ്ടി ഓടിക്കുകയാണെങ്കിൽ നിനക്ക് എന്ത് കിട്ടും, ഫൈൻ കിട്ടും. ഇതാണ് ഇത്രയും പ്രഡിക്ഷൻ വേണ്ടിയിട്ടുള്ള എക്സാമ്പിൾസ്.